ട്രീറ്റ്മെന്റ് പ്ലാന്റിലെത്തിച്ച് സംസ്കരിക്കുന്ന വിഷയത്തിലാണ് അഭിപ്രായ വ്യത്യാസം. കേരള വിഷന്റെ വിറ്റുവരവ് 1000 കോടി പിന്നിട്ടതിന്റെ ആഘോഷ പരിപാടി കൊച്ചിയിൽ നടന്നു. കെ ഫോണിലും കേരള വിഷൻ പങ്കാളിയാണെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ്. കൊടകരയിൽ കെട്ടിടം തകർന്ന് മരിച്ച 3 അതിഥി തൊഴിലാളികളുടെയും മൃതദേഹങ്ങൾ വിമാനത്തിൽ നാട്ടിലെത്തിച്ചു. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാനുള്ള നടപടികൾ ഊർജിതമാക്കി ജില്ലാ ഭരണകൂടം. തൃശൂർ ജില്ലയിൽ മഴ തുടരും. പീച്ചി ഡാമിന്റെ 4 ഷട്ടറുകൾ ഓരോ ഇഞ്ച് വീതം തുറന്നു. കനത്ത മഴയിൽ 4 വീടുകൾ ഭാഗികമായി തകർന്നു. വാർത്തകൾ വിശദമായി. ഗുരുവായൂർ നഗരസഭാ ഭരണസമിതിയിൽ സിപിഎം സിപിഐ ഭിന്നത. നഗരത്തിലെ ശുചിമുറി മാലിന്യം ചക്കങ്കണ്ടത്തെ ട്രീറ്റ്മെന്റ് പ്ലാന്റിലെത്തിച്ച് സംസ്കരിക്കുന്ന വിഷയത്തിലാണ് അഭിപ്രായ വ്യത്യാസം. മാലിന്യം സംസ്കരിക്കുന്നതിൽ പ്രദേശവാസികൾക്കുള്ള എതിർപ്പ് പരിഹരിക്കുന്നതിന് ഉന്നതതല യോഗം വിളിക്കാൻ നടപടി സ്വീകരിച്ചതായി ചെയർമാൻ എം കൃഷ്ണദാസ് അറിയിച്ചു. എന്നാൽ ചക്കങ്കണ്ടത്തെ ശുചിമുറി മാലിന്യം സംസ്കരിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന നാട്ടുകാരുടെ നിലപാടിനൊപ്പമായിരുന്നു സിപിഐയുടെ വാർഡ് കൗൺസിലറും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ എം ഷഫീറിന്റെ നിലപാട്. ഷഫീറിനോടൊപ്പം വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് അടക്കമുള്ള 5 സിപിഐ കൗൺസിലർമാർ ഇത് സംബന്ധിച്ച അജണ്ടയിൽ വിയോജനക്കുറിപ്പ് നൽകി. സെപ്റ്റേജ് മാലിന്യ സംസ്കരണം ശേഖരിക്കുന്നതിനായി വാങ്ങിയ വാഹനം ഉടൻ ഉപയോഗിക്കണമെന്നാവശ്യപ്പെട്ട് അമൃത് പദ്ധതി അധികൃതർ നഗരസഭയ്ക്ക് കത്ത് നൽകിയതായി ചെയർമാൻ എം കൃഷ്ണദാസ് അറിയിച്ചു. പ്രസ്തുത വാഹനം ഉപയോഗിച്ചില്ലെങ്കിൽ വാഹനം മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വിട്ടു നൽകണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് അമൃതിന്റെ തുടർ ഫണ്ട് നൽകുന്നത് നിർത്തലാക്കുമെന്നും കത്തിൽ പറയുന്നു. അമൃത് ഫണ്ട് ലഭിക്കുന്നതിന് പദ്ധതി നടപ്പിലാക്കണമെന്നും എന്നാൽ പ്രദേശവാസികളുടെ ആശങ്ക പരിഹരിക്കേണ്ടതുണ്ടെന്നും ചെയർമാൻ വിശദീകരിച്ചു. TCV ഗുരുവായൂർ. കേരള വിഷൻ ഗ്രൂപ്പിന്റെ വാർഷിക വിറ്റുവരവ് 1000 കോടി രൂപ പിന്നിട്ടതിനോടനുബന്ധിച്ച് ഗ്രാൻഡ് 1000 പരിപാടി സംഘടിപ്പിച്ച കേരള വിഷൻ ആഘോഷ പരിപാടികൾ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. കേരള വിഷന്റെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്ന സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നുമുള്ള 200-ൽ പരം കമ്പനികളുടെ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ത്യയിലെ ഏറ്റവും വലിയ 6ാമത്തെ ഇന്റർനെറ്റ് സേവനദാതാവാണ് കേരള വിഷൻ ബ്രോഡ്ബാൻഡ്. ഗ്രാമീണ മേഖലയിലെ വയേർഡ് ബ്രോഡ്ബാൻഡ് സേവനദാതാക്കളുടെ പട്ടികയിൽ കേരള വിഷൻ 2ാം സ്ഥാനത്തെത്തിയിരുന്നു. കേരള വിഷൻ ഗ്രൂപ്പിന്റെ വാർഷിക വിറ്റുവരവ് 1000 കോടി രൂപ പിന്നിട്ടതിന്റെ അനുമോദന സമ്മേളനമാണ് ഗ്രാൻഡ് 1000. കൊച്ചി താജ് വിവാന്തയിൽ സംഘടിപ്പിച്ച പരിപാടി മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ തന്നെ 6ാമത്തെ കമ്പനിയായി ഫൈബർ കേബിൾ 6ാമത്തെ സ്ഥാനത്തേക്ക് എത്തിയെന്നതിൽ ഈ ടീമിന് നേതൃത്വം നൽകിയ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഏകദേശം 12 ലക്ഷത്തിലധികം കണക്ഷനുകൾ നിങ്ങൾ കൊടുക്കുന്നുണ്ടെന്നാണ്. കേരളത്തിന്റെ അഭിമാന പദ്ധതിയെ കെ ഫോണിലും കേരള വിഷൻ പങ്കാളിയാണ്. പ്രാദേശിക ചാനലുകളുടെ ഈ കൂട്ടായ്മ നാട്ടിൽ നടക്കുന്ന പോസിറ്റീവായ കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിൽ സഹായകരമായിരിക്കും. ഇവിടെ ശ്രീ മാധവനെ പോലെ ഏറെ അനുഭവ സമ്പത്ത് ഈ മേഖലയിലുള്ള വ്യക്തിത്വങ്ങൾ ഇതിനു വേണ്ടി മാത്രം ബോംബെയിലും നിന്ന് ഇങ്ങോട്ട് വന്നു എന്നുള്ളത് നിങ്ങളുടെ ഒരു വലിപ്പം അത് കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ഇന്റർനെറ്റ് അധിഷ്ഠിത സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന TSP പ്രൊമോ വീഡിയോയുടെ പ്രദർശനവും മന്ത്രി നിർവഹിച്ചു. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ചു. വൻകിട കമ്പനികളിൽ നിന്നുള്ള കടുത്ത മത്സരവും വെല്ലുവിളികളും അതിജീവിച്ചുകൊണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ ഡിജിറ്റൽ കേബിൾ ടിവിയിലേക്കുള്ള പരിവർത്തനം പൂർത്തിയാക്കാൻ സാധിച്ചതായി പ്രവീൺ മോഹൻ പറഞ്ഞു. ഡിസ്നി കൺട്രി ഹെഡ് കെ മാധവൻ മുഖ്യാതിഥിയായിരുന്നു. ഗ്രാൻഡ് പ്രഖ്യാപനം KCCL MD PP സുരേഷ് കുമാർ നിർവഹിച്ചു. ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഹ്രസ്വചിത്രവും പ്രദർശിപ്പിച്ചു. കേരള വിഷൻ പുതുതായി ആരംഭിക്കുന്ന യുവ എന്റർടൈൻമെന്റ് ചാനലിന്റെ ലോഗോ പ്രകാശനം മുരളി തുമ്മാരുകുടി നിർവഹിച്ചു. കേബിൾ ഓപ്പറേറ്റർമാർ, ഡിസ്ട്രിബ്യൂട്ടർമാർ, സബ് ഡിസ്ട്രിബ്യൂട്ടർമാർ തുടങ്ങി 1000 കോടി എന്ന നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. ചടങ്ങിൽ ഹൈബി ഈഡൻ MP, TJ വിനോദ് MLA, MV ശ്രേയാംസ് കുമാർ, R ശ്രീകണ്ഠൻ നായർ, ആൻഡോ അഗസ്റ്റിൻ, ഫ്രാങ്ക് P തോമസ്, ഷകിലൻ പത്മനാഭൻ, PR സതീഷ്, ശിവകുമാർ R, റെജി S, ബിനു ശിവദാസ് തുടങ്ങി ഒട്ടേറെ പ്രമുഖർ സന്നിഹിതരായി. കൊടകരയിൽ കെട്ടിടം തകർന്ന് മരിച്ച 3 അതിഥി തൊഴിലാളികളുടെയും മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചു. വിമാനമാർഗമാണ് മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോയത്. ഒപ്പം പോകാൻ ബന്ധുവിനും 2 സുഹൃത്തുക്കൾക്കും യാത്രാ സൌകര്യം ഒരുക്കിയിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി എബാം ചെയ്ത മൃതദേഹങ്ങൾ ബന്ധു ബൈത്തുൽ ഇസ്ലാമിന് കൈമാറി. സബ് കളക്ടർ അഖിൽ വി മേനോനാണ് ക്രമീകരണങ്ങൾ ഏകോപിപ്പിച്ചത്.
കൊടകര ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാനുള്ള നടപടികൾ ഊർജിതമാക്കി ജില്ലാ ഭരണകൂടം. അതേസമയം തൃശൂർ നഗരത്തിലെ കാലപ്പഴക്കം ചെന്ന 271 കെട്ടിടങ്ങളുടെ കാര്യത്തിൽ കോർപ്പറേഷൻ മെല്ലെപ്പോക്ക് തുടരുകയാണ്. തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിയിൽ അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ കണ്ടെത്തി റിപ്പോർട്ട് നൽകാനാണ് ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളുണ്ടാകും. അതേസമയം തൃശൂർ നഗരത്തിലെ 271 കെട്ടിടങ്ങളുടെ കാര്യത്തിൽ ദുരന്ത നിവാരണ നിയമപ്രകാരം നടപടികൾ സ്വീകരിക്കണമെന്ന് കോർപ്പറേഷന് ജില്ലാ ഭരണകൂടം നേരത്തെ തന്നെ നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ കോർപ്പറേഷൻ നടപടികൾ വൈകുകയാണ്. കോവിഡ് കാലത്ത് ജില്ലാ ആശുപത്രിക്ക് സമീപമുള്ള ബഹുനില മന്ദിരം തകർന്നതോടെയാണ് പഴയ കെട്ടിടങ്ങൾക്കെതിരെ കോർപ്പറേഷൻ നടപടി തുടങ്ങിയത്. സുരക്ഷിതമല്ലാത്ത 271 കെട്ടിടങ്ങൾ കണ്ടെത്തി പൊളിച്ചു നീക്കാനും കൌൺസിൽ തീരുമാനമെടുത്തു. എന്നാൽ ശക്തമായ സമ്മർദ്ദങ്ങളെ തുടർന്ന് നടപടി കോൾഡ് സ്റ്റോറേജിലായി. ഇതിനിടെ 3 കെട്ടിടങ്ങൾ തകർന്നു വീണു. ഹൈറോഡിലെ കെട്ടിടമാണ് ആദ്യം വീണത്. പിന്നീട് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിന്റെ മേൽക്കൂര MO റോഡിലേക്ക് പതിച്ചു. MG റോഡിന് സമീപവും കെട്ടിടം തകർന്നു വീണു. ഇവയെല്ലാം പൊളിച്ചു നീക്കണമെന്ന് ദുരന്ത നിവാരണ വിഭാഗവും കളക്ടറും നിർദ്ദേശിച്ചതാണ്. കോർപ്പറേഷൻ കൌൺസിലിന്റെ കാലാവധി കഴിയാനിരിക്കെ കെട്ടിടങ്ങൾ പൊളിക്കാതിരിക്കാൻ ഉടമകൾ സകല തന്ത്രവും പയറ്റുകയാണ്. TCV തൃശൂർ. പീച്ചി ഡാം തുറന്നു. മണലി കരുവന്നൂർ പുഴകളുടെ തീരത്തുള്ളവർ ജാഗ്രത പുലർത്തണം. ഡാം തുറന്നതോടെ ഇവിടേക്ക് കാഴ്ചക്കാരുടെ ഒഴുക്കും വർദ്ധിച്ചു. തുടർച്ചയായി പെയ്ത ശക്തമായ മഴയിൽ ഡാമിലേക്ക് നീരൊഴുക്ക് വർദ്ധിച്ചിരുന്നു. ഇതോടെയാണ് ഡാമിലെ ജലനിരപ്പ് നിയന്ത്രിക്കാൻ ഷട്ടറുകൾ തുറക്കാൻ തീരുമാനിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡാമിന്റെ 4 ഷട്ടറുകളും ഓരോ ഇഞ്ച് വീതമാണ് തുറന്നത്. മണലിപ്പുഴയിലേക്കാണ് ഈ വെള്ളം ഒഴുക്കുന്നത്. ഇതോടെ മണലി കരുവന്നൂർ പുഴകളിൽ നിലവിലെ ജലനിരപ്പിൽ നിന്നും പരമാവധി 10 സെന്റിമീറ്റർ കൂടി വെള്ളം ഉയരാനാണ് സാധ്യതയുള്ളത്. വലിയ തോതിൽ വെള്ളം ഉയരില്ലെങ്കിൽ കൂടിയും ഈ പുഴകളുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ അറിയിച്ചു. ഡാം തുറക്കുന്നത് കാണാൻ നിരവധി പേരാണ് എത്തിയത്. പ്രദേശവാസികൾക്കൊപ്പം ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും കുട്ടികളടങ്ങുന്ന കുടുംബവും ഈ മനോഹര കാഴ്ച കാണാൻ എത്തിയിരുന്നു. സൂപ്പറാണോ? ഇനിയും തുറക്കണമെന്നുണ്ടോ? കുറച്ചുകൂടെ തുറന്നാൽ കുറച്ചുകൂടെ വെള്ളം കാണാനല്ലേ? ചിലർക്കിത് പുത്തൻ അനുഭവം സമ്മാനിച്ചപ്പോൾ ഡാം തുറക്കുന്നത് മുൻപ് കണ്ടവർ പലർക്കും ഇത് പൂർണ്ണ തൃപ്തി നൽകിയില്ല. കാരണം ഷട്ടർ തുറന്ന അളവ് പോരെന്നാണ് ഇക്കൂട്ടരുടെ പക്ഷം. നേരിയ അളവിൽ മാത്രമായതിനാൽ വെള്ളം പുറത്തേക്ക് ഒഴുകുന്നതിലെ ചന്തം കുറഞ്ഞെന്നാണ് സാക്ഷ്യപ്പെടുത്തൽ. ഇതിനോട് കുഴപ്പമില്ലായിരുന്നു. വെള്ളമില്ലല്ലോ, കുറച്ചല്ലേ തുറന്നിട്ടുള്ളൂ. കുറെ തുറക്കണം, കുറച്ചുകൂടെ ഭംഗിയാണ്. അതെ അതെ അതെ, ഞങ്ങൾ മുന്നേ കണ്ടിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അറിയാം. തുറന്ന ഡാമിന്റെ പശ്ചാത്തലത്തിൽ ഫോട്ടോയും സെൽഫിയും എല്ലാം എടുത്ത് ബീച്ചിയും പരിസരവും കണ്ടാസ്വദിച്ചാണ് പലരും മടങ്ങിയത്. അടിപൊളിയുണ്ട്. ഇനിയിപ്പോ ആൾക്കാർ വന്നു തുടങ്ങും. ഇപ്പൊ അറിഞ്ഞു പിടിച്ചല്ലേ, എല്ലാം നല്ല തിരക്കാവും. റഷ് ആവാറുണ്ട് സാധാരണ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ലോണം ആൾക്കാരുണ്ടായിരുന്നു. മഴയുടെ തോതും ഡാമിലേക്കുള്ള നീരൊഴുക്കും അനുസരിച്ചാകും ഇനിയുള്ള ദിവസങ്ങളിൽ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തണോ താഴ്ത്തണോ എന്ന് തീരുമാനിക്കൂ. അതുവരെ കാഴ്ചക്കാരെയും വിനോദസഞ്ചാരികളെയും പീച്ചി മാടി വിളിക്കുകയാണ് ഈ സൗന്ദര്യം കണ്ടാസ്വദിക്കാൻ. ശക്തമായ മഴയിൽ ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതോടെയാണ് പീച്ചി ഡാമിന്റെ 4 ഷട്ടറുകളും തുറന്നത്. പ്രദേശവാസികൾ ഉൾപ്പെടെ വിനോദസഞ്ചാരികൾ ഈ ഡാം തുറന്നത് കാണാൻ ഇവിടേക്ക് എത്തുകയാണ്. വരും ദിവസങ്ങളിലും വിനോദസഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ. പീച്ചി ഡാമിൽ നിന്നും ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV. ശക്തമായ മഴയിൽ തെങ്ങ് വീണ് വീടിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നു. തൊയക്കാവ് അടാട്ടുകുളങ്ങര അമ്പലത്തിന് കിഴക്കുവശം താമസിക്കുന്ന എടക്കാട് ശാന്തയുടെ വീടിന്റെ മുകളിലേക്കാണ് സമീപത്തുണ്ടായിരുന്ന സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ തെങ്ങ് വീണത്. ആർക്കും പരിക്കില്ല. കനത്ത മഴയിൽ കടവല്ലൂർ പഞ്ചായത്തിലെ ആൽത്തറയിൽ വീടിന്റെ മുൻവശം തകർന്നു വീണു. വീട്ടുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വീട്ടിലയിൽ അബൂബക്കറിന്റെ വീടാണ് തകർന്നത്. ഏറെ പഴക്കം ചെന്ന വീടിന്റെ ഓടിട്ട ചുമർ ഉൾപ്പെടെയുള്ള മുൻഭാഗമാണ് തകർന്നു വീണത്. പഴയ ഓടിട്ട വീടിനോട് ചേർന്നുള്ള വാർപ്പിൽ നിർമ്മിച്ച മറ്റൊരു ഭാഗത്തെ മുറിയിലാണ് 5 അംഗങ്ങൾ അടങ്ങിയ വീട്ടുകാർ ഉറങ്ങിയിരുന്നത്. പുലർച്ചെ ഉറക്കമെണീറ്റപ്പോഴാണ് വീടിന്റെ മുൻവശം തകർന്നതായി വീട്ടുകാർ അറിയുന്നത്. കനത്ത മഴയിൽ എരുമപ്പെട്ടി ആറ്റത്രയിൽ ഓട് വീട് ഭാഗികമായി തകർന്നു. പാണൻ വീട്ടിൽ മതീശൻ, രജനി എന്നിവരുടെ വീടാണ് ഭാഗികമായി തകർന്നത്. ആർക്കും പരിക്കില്ല. കാലപ്പഴക്കം ചെന്ന വീട് ചോർന്നൊലിക്കുന്ന അവസ്ഥയിലായിരുന്നു. മഴയിൽ ഒരു വശത്തെ ചുമർ തകർന്ന് നിലം പൊത്തി. മേൽക്കൂരയും തകർന്ന് വീഴാറായ അവസ്ഥയിലുള്ള വീട് പൂർണ്ണമായും വാസയോഗ്യമല്ലാതായി.
കയ്പമംഗലത്ത് കനത്ത മഴയിൽ വീട് തകർന്നു. കൂരിക്കുഴി ആശാരിക്കയറ്റം വടക്ക് കോലാന്ത്ര പത്മനാഭൻ ഭാര്യ സുജാതയുടെ വീടാണ് തകർന്നു വീണത്. വീടിന്റെ അടുക്കള ഭാഗമാണ് പൂർണ്ണമായും തകർന്നത്. സംഭവമറിഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, വാർഡ് മെമ്പർ മിനി അരയങ്ങാട്ടിൽ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. കനത്ത മഴയിൽ എരുമപ്പെട്ടി മങ്ങാട് പുന്നംകോട് പള്ളിക്കുന്ന് പ്രദേശത്ത് വീടിന്റെ പുറകുവശം ഇടിഞ്ഞു താണു. ഫ്ളാറ്റ് റോഡിൽ തൃത്താലപ്പറവിൻ മണികണ്ഠന്റെ വീടിന്റെ പുറകുവശവും ഇതിനോട് ചേർന്നുള്ള സംരക്ഷണ ഭിത്തിയുമാണ് തകർന്നത്. വീടിന്റെ അടുക്കളയുടെ വശത്തെ മണ്ണ് ഇടിഞ്ഞു താഴുകയായിരുന്നു. കോൺക്രീറ്റ് ചെയ്ത കൊട്ടത്തളവും അലക്കുകല്ലും മതിലും ഷീറ്റ് മേയാൻ ഉറപ്പിച്ചിരുന്ന ഇരുമ്പുകാലുകളും ഇടിഞ്ഞു വീണു. മരം വീണതിനെ തുടർന്ന് ചാലക്കുടി പുഴയിലേക്ക് പതിച്ച 11 kV വൈദ്യുതി കമ്പികൾ ഫയർഫോഴ്സ് സംഘം പുറത്തെടുത്തു. ചാലക്കുടി സബ്സ്റ്റേഷനിൽ നിന്നും മേലൂരിലേക്ക് പുഴയ്ക്കു കുറുകെ വലിച്ചിരിക്കുന്ന 11 kV ലൈനുകളിലേക്കാണ് വെള്ളിയാഴ്ച രാത്രി പുഴയോരത്തെ മരം വീണത്. ഇതോടെ വൈദ്യുത കമ്പികൾ വെള്ളത്തിൽ മുട്ടിനിന്നു. പുഴയിലൂടെ ഒഴുകിവന്ന മരങ്ങളും മറ്റും കമ്പികളിൽ കുടുങ്ങിയതിനെ തുടർന്ന് ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു. സ്റ്റേഷൻ ഓഫീസർ ബി രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ അഗ്നിശമന വിഭാഗത്തിലെ സ്കൂബ സംഘമാണ് കമ്പിയിൽ കുടുങ്ങിക്കിടന്ന മരച്ചില്ലകൾ മുറിച്ചുമാറ്റിയത്. 1.5 മണിക്കൂർ നീണ്ട പ്രയത്നത്തിന് ശേഷം മുഴുവൻ തടസ്സങ്ങളും മാറ്റി. ചാലക്കുടി പുഴയിൽ മാളക്കാരൻ കടവിൽ പ്രദേശത്ത് 220 kV സബ്സ്റ്റേഷൻ ചാലക്കുടിയിൽ നിന്ന് മേലൂർ സെക്ഷനിലേക്ക് പോകുന്ന 20 kV ലൈനുകൾ തൊട്ട് മേലൂർ സെക്ഷൻ്റെ അതിർത്തിയിൽ ഒരു മരം വീണ് പുഴയിലെ ജലനിരപ്പിൽ മുട്ടുകയും തുടർന്ന് കനത്ത മഴ മൂലം ഉണ്ടാകുക കാറ്റിലും മഴയിലും പെട്ട് ധാരാളം വൃക്ഷങ്ങളും കാടുകളും ഈ ലൈനിൽ കുടുങ്ങുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇന്നലെ ഫയർഫോഴ്സും KICBയും സംയുക്ത പരിശോധന നടത്തുകയും കൊട്ടുപയോഗിച്ച് KICBയുടെ ഒരു ജീവനക്കാരും ഫയർഫോഴ്സിൻ്റെ എല്ലാ യൂണിറ്റിലെ എല്ലാ ജീവനക്കാരും ചേർന്ന് 1.5 മണിക്കൂർ തുടർച്ചയായിട്ട് പുഴയുടെ നടുക്ക് ചെന്നിട്ടാണ് ഈ മരങ്ങൾ മാറ്റി കഴിഞ്ഞത്. കനത്ത മഴയെ തുടർന്ന് വടക്കാഞ്ചേരി അകമലയിൽ റെയിൽവേ ട്രാക്കിന്റെ വശത്തെ മണ്ണിടിഞ്ഞു. ട്രെയിൻ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. അകമല ഓവർബ്രിഡ്ജിന് സമീപം ഷൊർണൂർ ഭാഗത്തുനിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന ട്രാക്കിന്റെ വശത്തെ മണ്ണാണ് ഇടിഞ്ഞത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണിത്. തൃശൂരിൽ നിന്ന് ഷൊർണൂർ ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ സർവീസ് നടത്തുന്നുണ്ട്. സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ ജൂലൈ 9 നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ സംസ്ഥാന പ്രചരണ വാഹന ജാഥയ്ക്ക് കൊടകരയിൽ സ്വീകരണം നൽകി. AITUC പുതുക്കാട് മണ്ഡലം സെക്രട്ടറി CU പ്രിയൻ അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ AITUC സംസ്ഥാന സെക്രട്ടറി CP മുരളി, വൈസ് ക്യാപ്റ്റൻ CITU സംസ്ഥാന സെക്രട്ടറി M ഹംസ, മാനേജർ TUCA സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് TB ബിനി, CITU ജില്ലാ ജനറൽ സെക്രട്ടറി UP ജോസഫ്, പ്രസിഡന്റ് KK രാമചന്ദ്രൻ MLA തുടങ്ങിയവർ സംസാരിച്ചു. ബീഹാറിലെ UP അനുകൂലമല്ലാത്ത കാലാവസ്ഥയിലും ഈ ജാഥയെ സ്വീകരിക്കാനും ഞങ്ങളുടെ ഇടവേള. നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. BB കായമാണ് സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ. രുചിയും മണവും ഗുണവുമുള്ള കായം BB കായം. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. വാർത്തയിലേക്ക്. യാത്രക്കാരെ ദുരിതത്തിലാക്കുന്ന ദേശീയപാത അതോറിറ്റിയുടെ നിലപാടിനെതിരെ KK രാമചന്ദ്രൻ MLA കുടചൂടി പ്രതിഷേധിച്ചു. ദേശീയപാതയോരത്തെ പുതുക്കാട് KSRTC സ്റ്റാൻഡിന് മുൻപിൽ നിന്നായിരുന്നു പ്രതിഷേധം. പുതുക്കാട് സ്റ്റാൻഡിന് മുൻപിലെ യു-ടേൺ അടച്ചുകെട്ടിയതോടെ തൃശൂർ ഭാഗത്തേക്കുള്ള യാത്രക്കാർ ബസ് കാത്തുനിൽക്കാൻ ഇടമില്ലാതെ ഏറെ ദുരിതമാണ് അനുഭവിക്കുന്നത്. 1 മാസത്തിനുള്ളിൽ താൽക്കാലിക ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കുമെന്ന ദേശീയപാത അതോറിറ്റിയുടെ ഉറപ്പ് പാലിക്കാതെ വന്നതോടെയാണ് MLA പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ബസ് സ്റ്റോപ്പ് പണിയുന്നതിനായി MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ നേരത്തെ അനുവദിച്ചിരുന്നു. എന്നാൽ ദേശീയപാത അതോറിറ്റി NOC നൽകാത്തതിനെ തുടർന്ന് പദ്ധതി ഉപേക്ഷിക്കേണ്ടി വന്നതായും MLA പറഞ്ഞു. ഏരിയ സെക്രട്ടറി PK ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് അൽജോ പുളിക്കൻ, KJ ഡിക്സൺ, EK അനൂപ് തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി നഗരസഭാ കാര്യാലയത്തിൽ ഭരണപക്ഷ കൌൺസിലർമാരുടെ എതിർപ്പ് വകവയ്ക്കാതെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷബാന ശനിയാഴ്ചയും ജോലിക്കെത്തി.
വെള്ളിയാഴ്ചയിലെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ഇവർക്ക് സംരക്ഷണം നൽകാൻ പോലീസും എത്തിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ പോലെ പ്രതിഷേധത്തിന് കൌൺസിലർമാർ എത്തിയിരുന്നില്ല. അതേസമയം എഞ്ചിനീയറിംഗ് വിഭാഗം ജീവനക്കാർ ജോലി ചെയ്യുന്ന ഹാളിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് ഇരിപ്പിടം ഉണ്ടായിരുന്നില്ല. സന്ദർശകർക്ക് വേണ്ടി ഇട്ടിരിക്കുന്ന കസേരയിലാണ് ഉദ്യോഗസ്ഥർ ഇരുന്നത്. അതുകൊണ്ടുതന്നെ ഇവർക്ക് ജോലി ചെയ്യാനും സാധിച്ചില്ല. കൃത്യനിർവഹണത്തിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയെന്ന കുറ്റം ആരോപിച്ചായിരുന്നു എഇക്കെതിരെ നഗരസഭാ കൌൺസിൽ സസ്പെൻഷൻ തീരുമാനം എടുത്തത്. സർക്കാരിലേക്ക് അയച്ച ശുപാർശ അംഗീകരിക്കുമോ എന്ന് ഇനിയും വ്യക്തമല്ല. ഭാവി തലമുറയെ ലഹരി എന്ന വിപത്തിൽ നിന്ന് രക്ഷിക്കുക എന്നത് സമൂഹത്തിലെ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ട ദൌത്യമാണെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. തൃശൂർ റൂറൽ പോലീസിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി നടത്തിയ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഇരിങ്ങാലക്കുടയിൽ നടന്ന പരിപാടിയിൽ ഇരിങ്ങാലക്കുട നഗരസഭാ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ മേഖലാ ഡിഐജി ആർ ഹരിശങ്കർ മുഖ്യാതിഥിയായി. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി വി കൃഷ്ണകുമാർ, ഇരിങ്ങാലക്കുട ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് കെ ജി സുരേഷ്, ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് പി ആർ ബിജോയ് എന്നിവർ പങ്കെടുത്തു. കുന്നത്തങ്ങാടിയിൽ കാറിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മധ്യവയസ്കൻ മരിച്ചു. വില്ലടം സ്വദേശി ചേമ്പത്ത് വേലായുധന്റെ മകൻ 57 വയസ്സുള്ള അശോകനാണ് മരിച്ചത്. കുന്നത്തങ്ങാടി രാഗ് സ്റ്റുഡിയോയുടെ സമീപം വെള്ളിയാഴ്ച രാത്രിയായിരുന്നു അപകടം. ഏതാനും വർഷം മുമ്പ് കുന്നത്തങ്ങാടിയിലെ താമസക്കാരനാണ് ഗൾഫിലേക്ക് യാത്ര തിരിക്കുന്ന സുഹൃത്തിനെ കാണാനാണ് അശോകൻ എത്തിയത്. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ തൃശൂർ ഭാഗത്തു നിന്നും വന്ന കാർ ഇടിക്കുകയായിരുന്നു. ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ വിനോദസഞ്ചാരികളുടെ വാഹന പാർക്കിങ്ങിന് പരിഹാരമാകുന്നു. വിനോദസഞ്ചാരികൾക്ക് വാഹനം പാർക്ക് ചെയ്യുന്നതിന് ബീച്ചിലെ റവന്യൂ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം അനുവദിച്ച് ജില്ലാ കളക്ടർ ഉത്തരവായി. തൃശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ വാഹനം പാർക്ക് ചെയ്യുന്നതിനാവശ്യമായ സ്ഥലം ഇല്ലാത്തത് ബീച്ചിലെത്തുന്ന സന്ദർശകർക്ക് പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. വേലിയേറ്റത്തിന്റെ ഭാഗമായി ബീച്ചിൽ ഏർപ്പെടുത്തിയ താൽക്കാലിക പാർക്കിംഗ് ഗ്രൌണ്ടിൽ വെള്ളം കയറുന്നത് വിനോദസഞ്ചാരികൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമാകാറുണ്ട്. ഇതേ തുടർന്നാണ് എംഎൽഎയുടെ നിർദ്ദേശപ്രകാരം ഡിടിപിസി ബീച്ചിലെ അൺസർവേ ലാൻഡ് പാർക്കിംഗിനായി അനുവദിക്കുന്നതിന് റവന്യൂ വകുപ്പിന് അപേക്ഷ സമർപ്പിച്ചത്. ചാവക്കാട് ബീച്ചിലെ റവന്യൂ ഭൂമി വിനോദസഞ്ചാരികൾക്കായി പാർക്കിംഗിന് അനുവദിച്ച ജില്ലാ കളക്ടർ ഉത്തരവായതോടെ വാഹന പാർക്കിംഗിന് പരിഹാരമായി. വിദ്യാർത്ഥികളില്ലാതെ പ്രവർത്തനം പ്രതിസന്ധിയിലായ കടവല്ലൂർ പഞ്ചായത്തിലെ അറയ്ക്കൽ MUM LP സ്കൂളിന്റെ നവീകരണത്തിന് നടപടികൾ തുടങ്ങി. ബന്ധപ്പെട്ട അധികൃതർ യോഗം ചേർന്ന് തുടർ നടപടികൾ വിലയിരുത്തി. TCV വാർത്തയെ തുടർന്നാണ് നടപടി. കടവല്ലൂർ പഞ്ചായത്തിലെ ആദ്യ സ്കൂളായ AMUM LP സ്കൂളിൽ നിലവിൽ ഒരൊറ്റ വിദ്യാർത്ഥി പോലും പഠിക്കുന്നില്ല. കഴിഞ്ഞ വർഷമുണ്ടായിരുന്ന 7 വിദ്യാർത്ഥികൾ ഈ വർഷം TC വാങ്ങിപ്പോയി. അധ്യാപക ബാങ്കിൽ നിന്നും നിയമിച്ച ഒരു അധ്യാപിക ദിവസവും സ്കൂളിലെത്തുന്നുണ്ട്. 1 നൂറ്റാണ്ടിലധികം പഴക്കമുള്ള സ്കൂളിന്റെ ഇപ്പോഴത്തെ അവസ്ഥ TCV വാർത്ത നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് അധികൃതരുടെ ഇടപെടൽ. ഈ വർഷം നിഷേധിച്ച ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വീണ്ടെടുക്കുകയാണ് ആദ്യ നടപടി. സാമ്പത്തിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നിലവിലെ ഉടമ പണികൾ നടത്താതിരുന്നത്. അധികൃതരുടെ ഇടപെടൽ മൂലം പ്രവൃത്തികൾ നടത്താൻ ഉടമ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. അടുത്ത അധ്യയന വർഷമാകുമ്പോഴേക്കും നവീകരണം നടത്തി പ്രവർത്തനക്ഷമമാകും എന്നാണ് പ്രതീക്ഷ. തുടർ നടപടികൾ ചർച്ച ചെയ്യുന്നതിനായി ചേർന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ, AEO A മൊയ്തീൻ, ചൊവ്വന്നൂർ BRC അധികൃതർ, ജനപ്രതിനിധികൾ, സ്കൂൾ മാനേജർ എന്നിവർ പങ്കെടുത്തു. TCV ന്യൂസ്, കുന്നംകുളം. കാട്ടൂർ ബസാറിൽ വ്യാപാര സ്ഥാപനത്തിൽ മോഷണം. 2.5 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു. കാട്ടൂർ പോലീസ് സ്റ്റേഷന്റെ സമീപത്ത് പ്രവർത്തിക്കുന്ന അൽഫിയ ട്രേഡേഴ്സിലാണ് മോഷണം നടന്നത്. എടത്തിരുത്തി സ്വദേശി നെടിയപ്പറമ്പിൽ അബ്ദുൾ ജബ്ബാറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. സ്ഥാപനത്തിന്റെ പുറകുവശത്തുകൂടി കോണി ഉപയോഗിച്ച് കയറിയ ശേഷം തട്ടുപൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കടന്നത്. കാട്ടൂർ SHO ER ബൈജുവിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. മുണ്ടൂർ കൈപ്രമ്പ് പഞ്ചായത്ത് 15-ാം വാർഡിൽ ആണ്ടപ്പറമ്പ് ശിവനട റോഡിൽ ശുചിമുറി മാലിന്യം ഉപേക്ഷിക്കാനെത്തിയ ടാങ്കർ ലോറി കനാലിലേക്ക് താഴ്ന്നു. അമിത ഭാരം മൂലമാണ് ലോറി താഴ്ന്നത്. ഇതിനു മുൻപും ഇവിടെ മാലിന്യം തള്ളിയിരുന്നതാണെന്നും പോലീസിലും ജില്ലാ പഞ്ചായത്തിലും പരാതി നൽകിയതായും പഞ്ചായത്ത് മെമ്പർ മേരി പോൾസൺ പറഞ്ഞു. ലോറി താഴ്ന്നതോടെ വലിയ വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്ത വിധം KLDC ബണ്ടിന്റെ കരിങ്കൽ കെട്ട് തകർന്ന നിലയിലാണ്. സ്കൂൾ ബസ്സുകൾ പോകുന്ന വഴി കൂടിയാണിത്.
വെള്ളക്കെട്ട് ഭീഷണി നേരിടുന്ന പെരിങ്ങാവിൽ രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗപ്രദമായ ഫൈബർ ബോട്ട് സംഭാവന നൽകി MN നാരായണൻകുട്ടിയും രമാദേവിയും. മകൾ ഡോക്ടർ N മൃദുലയുടെ സ്മരണയ്ക്കായാണ് പെരിങ്ങാവ് ശ്രീ ധന്വന്ത്രി ദേവസ്വത്തിന് ബോട്ട് കൈമാറിയത്. ചടങ്ങിൽ പെരിങ്ങാവ് ഡിവിഷൻ കൌൺസിലർ NA ഗോപകുമാർ, ദേവസ്വം പ്രസിഡന്റ് E കൃഷ്ണൻ, അഡ്വക്കേറ്റ് MC മനോജ് കുമാർ, P കൃഷ്ണകുമാർ, ജയൻ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ കുട്ടഞ്ചേരി കുറുമ്പിലാക്കുന്ന് പ്രദേശത്തേക്ക് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച മിനി മാസ്റ്റ് ലൈറ്റിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S വസന്തലാൽ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ VC ബിനോജ്, വാർഡംഗം സ്വപ്ന പ്രദീപ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് K ശാരദാമ്മ, ക്ഷീരസംഘം പ്രസിഡന്റ് PC അബാൽമണി, ആസൂത്രണ സമിതി അംഗം OV ഷനോജ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂരിന്റെ ഇടപെടലിന്റെ ഭാഗമായാണ് മിനി മാസ്റ്റ് ലൈറ്റിന് 1.5 ലക്ഷം രൂപ അനുവദിച്ചത്. സംസ്ഥാന മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU 13ാമത് സംസ്ഥാന സമ്മേളനം ഈ മാസം 30, ജൂലൈ 1, 2 തീയതികളിൽ ചാവക്കാട് നടക്കുമെന്ന് NK അക്ബർ MLA വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രക്തസാക്ഷി KP വത്സലൻ കുത്തേറ്റ് മരിച്ച അകലാട് ഒറ്റയിനിൽ നിന്ന് കൊടിമര ജാഥയുമായി പ്രയാണം ആരംഭിച്ച് തിങ്കളാഴ്ച വൈകിട്ട് 6 മണിക്ക് പൊതുസമ്മേളന നഗറിൽ എത്തിച്ചേരും. സംഘാടക സമിതിയുടെ ചെയർമാൻ TT ശിവദാസൻ പതാക ഉയർത്തും. ജൂലൈ 1 മമ്മിയൂരിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം ഉദ്ഘാടനം ചെയ്യും. പ്രതിനിധി സമ്മേളനത്തിന് ശേഷം വൈകിട്ട് 5 മണിക്ക് ആയിരക്കണക്കിന് തൊഴിലാളികളെ പങ്കെടുപ്പിച്ച് മഹാറാലിയും നടക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, TT ശിവദാസ്, KM അലി, PA രാമദാസ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. കുട്ടനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് അഴിമതിക്കെതിരെ BJP തൃശൂർ കോർപ്പറേഷൻ കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി. അഞ്ചേരിച്ചിറയിൽ നിന്ന് തുടങ്ങിയ മാർച്ച് കുട്ടനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ മുന്നിൽ പോലീസ് തടഞ്ഞു. BJP തൃശൂർ റവന്യൂ ജില്ലാ പ്രഭാരി MV ഗോപകുമാർ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരുടെ പണം കൊള്ളയടിക്കുന്ന പ്രവർത്തനമാണ് കുട്ടനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി ചെയ്യുന്നതെന്ന് ഗോപകുമാർ പറഞ്ഞു. തൃശൂർ ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് വിപിൻ ഐനിക്കുന്നത്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി മുരളി കൊളങ്ങാട്ട്, ഒല്ലൂർ മണ്ഡലം പ്രസിഡന്റ് അശ്വിൻ വാര്യർ, തൃശൂർ വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് C മേനോൻ, മേഖലാ വൈസ് പ്രസിഡന്റ് ബിജോയ് തോമസ്, കൌൺസിലർ വിനോദ് പോളാഞ്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. എളവള്ളി മമ്മായി സെന്ററിലെ ഹോട്ടലിന് നേരെ ആക്രമണം. മുള്ളത്ത് മനോജിന്റെ ഹോട്ടലിൽ വെള്ളിയാഴ്ച പുലർച്ചെയാണ് ആക്രമണം നടന്നത്. ഹോട്ടലിലെ ഗ്യാസ് സ്റ്റൌവും പൊറോട്ട അടിക്കുന്ന മേശയും ഫർണിച്ചറുകളും ബോർഡുകളും നശിപ്പിച്ചതായാണ് പരാതി. ഹോട്ടലുടമ പാവർട്ടി പോലീസ് നൽകിയ പരാതിയെ തുടർന്ന് അന്വേഷണം ആരംഭിച്ചു. ഏകദേശം 20,000 രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായി ഹോട്ടൽ ഉടമ പറഞ്ഞു. സമീപത്തെ 3 കടകളിലും നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഗുരുവായൂർ നഗരസഭയെ കടക്കിണിയിലാക്കിയെന്നാരോപിച്ച് ചെയർമാന് പ്രതീകാത്മക സംസ്ഥാന അവാർഡ് നൽകിയ ശേഷം പ്രതിപക്ഷം കൌൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. പടിഞ്ഞാറേ നടയിലെ ലോഡ്ജ് നടത്തിയിരുന്ന സ്വകാര്യ വ്യക്തി വാട്ടർ അതോറിറ്റിക്ക് കുടിശ്ശിക വരുത്തിയതിനെ തുടർന്ന് നഗരസഭയ്ക്ക് ജപ്തി നോട്ടീസ് ലഭിച്ച സംഭവം തുടക്കത്തിലെ ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഇത് 19ാമത്തെ അജണ്ടയിലുണ്ടെന്നും ക്രമപ്രകാരം ചർച്ച ചെയ്യാമെന്നും ചെയർമാൻ M കൃഷ്ണദാസ് അറിയിച്ചു. അടിയന്തര പ്രാധാന്യമുള്ള വിഷയം ആദ്യം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ബഹളം വെച്ചു. ഗുരുവായൂരിനെ കടക്കെണിയിലാക്കിയ LDF ഭരണസമിതിക്ക്
സംസ്ഥാന അവാർഡ് എന്നെഴുതിയ ട്രോഫി ചെയർമാനെ സമർപ്പിച്ചു. ബഹളം രൂക്ഷമായതോടെ ചെയർമാൻ മൈക്ക് ഓഫ് ചെയ്തു. ഇതോടെ UDF അംഗങ്ങൾ ഇറങ്ങിപ്പോയി നഗരസഭാ ഓഫീസിന് മുന്നിൽ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയായിരുന്നു. വൈദ്യുതി ബില്ലും കുടിവെള്ളക്കരവും അതാത് സമയത്ത് അടയ്ക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ട ഉദ്യോഗസ്ഥർ കണ്ണടച്ച് സഹായിച്ചതിനാലാണ് നഗരസഭയ്ക്ക് വാട്ടർ അതോറിറ്റിയിൽ 9 ലക്ഷം രൂപ അടയ്ക്കേണ്ടി വന്നത്. ഇത്തരത്തിൽ കുടിശ്ശിക വരുത്തിയ കരാറുകാർ ഇനിയുമുണ്ട്. ഇവർക്കെതിരെ നടപടിയെടുക്കണമെന്നും നഗരസഭയ്ക്ക് ബാധ്യത വരാനിടയായ സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ചെയർമാൻ രാജിവെച്ച് പൊതുജനത്തോട് മാപ്പ് പറയണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. അതാത് സമയത്ത് നടപടിയെടുക്കേണ്ട ഉദ്യോഗസ്ഥർ അതിൽ കണ്ണടച്ച് ഇതിനെ സഹായിക്കുന്ന രീതിയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു സംഖ്യ ഗുരുവായൂർ നഗരസഭ വാട്ടർ അതോറിറ്റി അടയ്ക്കേണ്ടി വന്നത്. എന്നാൽ ഇനിയും ഇത്തരത്തിലുള്ള കുടിശ്ശികകൾ വരുത്തിയ കരാറുകാരുണ്ട്. അത്തരത്തിലുള്ള വിഷയങ്ങൾ ഇനിയും നഗരസഭയിൽ പൊന്തി വരേണ്ടതുണ്ട്. എല്ലാം പൂഴ്ത്തിവെച്ചിരിക്കുകയാണ്. ഇതിന്റെ ആരാണ് നഗരസഭയെയും നഗരസഭാ പ്രദേശത്തെ ജനങ്ങളെയും ഇത്രമാത്രം അപമാനിക്കപ്പെടുന്ന രീതിയിലേക്ക് ഈ വിഷയം കൊണ്ടെത്തിച്ചത് എന്ന് അന്വേഷണ വിധേയമാക്കണം. ഇതിൽ കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടിയെടുക്കണം. ഇത് ഭരണ സംവിധാനത്തിന്റെയും നേതൃത്വം കൊടുക്കുന്ന ചെയർമാന്റെയും ഗുരുതരമായിട്ടുള്ള വീഴ്ച ഞങ്ങൾ ഇതിലൂടെ ചൂണ്ടിക്കാണിക്കുകയാണ്. എന്നാൽ 19ാമത്തെ അജണ്ടയിലെ കാര്യം ആദ്യം ചർച്ച ചെയ്യണമെന്ന് പറയുന്നത് കൗൺസിൽ അലങ്കോലമാക്കാനുള്ള മുൻകൂട്ടിയുള്ള തീരുമാനത്തിന്റെ ഭാഗമാണെന്ന് ചെയർമാൻ M. കൃഷ്ണദാസ് പറഞ്ഞു. വികസന പ്രവർത്തനങ്ങളിൽ സംസ്ഥാന തലത്തിൽ അംഗീകാരം നേടിയതിൽ വിറളി പൂണ്ട പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ നാടകം മാത്രമായാണ് ഇതിനെ കാണാൻ കഴിയൂവെന്നും ചെയർമാൻ വ്യക്തമാക്കി. ഇന്ന് വളരെ പ്രധാനപ്പെട്ട കുറേ അജണ്ടകൾ ഉണ്ടായിരുന്നു. ആ അജണ്ടകളിലൊന്നും ചർച്ച ചെയ്യാൻ കാത്തു നിൽക്കാതെ ഈ ഒരു കാര്യം പറഞ്ഞ് ഗുരുവായൂർ നഗരസഭ അതിന്റെ പ്രവർത്തനങ്ങളാകെ മോശമാണ് എന്ന് ചിത്രീകരിക്കാനുള്ള ഇവരുടെ ഈ പരിശ്രമമൊന്നും ഗുരുവായൂർ വിലപ്പോകാൻ വേണ്ടി പോകും. ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഓലപ്പാമ്പുകളും ഗുരുവായൂർ നഗരസഭ കൗൺസിലിന്റെ നേരെ ഉയർത്തേണ്ടതില്ല. ഇതൊന്നും ജനങ്ങൾ മുഖവിലക്കെടുക്കാൻ പോകും. TCD ഗുരുവായൂർ. തൃശൂർ അശ്വിനി ആശുപത്രിയുടെ ഓർത്തോ വിഭാഗമായ അശ്വിനി ബോൺ ആൻഡ് ജോയിന്റ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ സ്പെഷ്യൽ സ്കൂൾ കുട്ടികൾക്കായി സംസ്ഥാനതല സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. കുട്ടനെല്ലൂർ സ്പോർട്ടേക്കർ ടർഫിൽ നടന്ന സ്പെഷ്യൽ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റ് മന്ത്രി R. ബിന്ദു ഉദ്ഘാടനം ചെയ്തു. അശ്വിനി ആശുപത്രി എക്സിക്യൂട്ടീവ് ഡയറക്ടർ IN. രാജേഷ് അധ്യക്ഷത വഹിച്ചു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ജോപോൾ അഞ്ചേരി, കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ക്ലബ് കോച്ച് TG പുരുഷോത്തമൻ, അശ്വിനി ബോൺ ആൻഡ് ജോയിന്റ് ഫൗണ്ടേഷൻ മേധാവി ഡോക്ടർ മഹേഷ് കൃഷ്ണൻ, ജില്ലാ സ്പെഷ്യൽ സ്കൂൾ കോർഡിനേറ്റർ ഫാദർ ജോൺസൺ അന്തിക്കാട്, അശ്വിനി ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ KK സുഗതൻ, ഡോക്ടർ രാജീവ് റാവു, ബിന്ദു പ്രദീപ് ചന്ദ്രൻ, അശ്വിനി ജനറൽ മാനേജർ PK രാജു തുടങ്ങിയവർ സംസാരിച്ചു. വ്യത്യസ്ത കഴിവുകളുള്ള സ്പെഷ്യൽ സ്കൂൾ കുട്ടികളെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്നതിന്റെ ഭാഗമായാണ് അശ്വിനി ബോൺ ആൻഡ് ജോയിന്റ് ഫൗണ്ടേഷൻ സ്പെഷ്യൽ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. വിജയികൾക്കുള്ള സമ്മാനദാനം പ്രശസ്ത ഫുട്ബോൾ താരം IM വിജയനും ചലച്ചിത്ര താരം ശ്രീജിത്ത് രവിയും ചേർന്ന് നിർവഹിച്ചു. ചടങ്ങിൽ IM വിജയനെ അശ്വിനി ആശുപത്രി എക്സിക്യൂട്ടീവ് ഡയറക്ടർ AC പ്രേമാനന്ദൻ പൊന്നാടയണിയിച്ച് ആദരിച്ചു. അശ്വിനി ആശുപത്രി സീനിയർ ഡോക്ടർ ആന്റണി തോപ്പിൽ മെമന്റോ സമ്മാനിച്ചു. അമല ഗ്യാസ്ട്രോ സെന്ററും തൃശൂർ ഗ്യാസ്ട്രോ സൊസൈറ്റിയും സംയുക്തമായി നാളെ തൃശൂർ പുഴയ്ക്കലിൽ ഉദരരോഗ ശില്പശാലയും ആധുനിക ചികിത്സാരീതികളെക്കുറിച്ച് ചർച്ചയും സംഘടിപ്പിക്കുന്നു. ശില്പശാലയുടെ ഭാഗമായി നടക്കുന്ന പ്രശ്നോത്തരി സംവാദം എന്നിവയിൽ മേഖലയിലെ വിദഗ്ധർ പങ്കെടുക്കും. രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെ നടക്കുന്ന ശില്പശാല അമല ഡയറക്ടർ ഫാദർ ജൂലിയസ് അറയ്ക്കൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അമല ഗ്യാസ്ട്രോ വിഭാഗം മേധാവി ഡോക്ടർ സോജൻ ജോർജ്, ഡോക്ടർ R. വിനീഷ്, ഡോക്ടർ ആബിദ് ബാബു, PRO ജോസഫ് വർഗീസ് എന്നിവർ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുന്നംകുളം നോർത്ത് യൂണിറ്റ് കൺവെൻഷൻ ചേർന്നു. യൂണിയൻ കുന്നംകുളം ബ്ലോക്ക് സെക്രട്ടറി CG ജോബ് രാജ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് MA വേലായുധൻ അധ്യക്ഷനായി. സെക്രട്ടറി ഡെന്നിസ് മങ്ങാട്, ബ്ലോക്ക് പ്രസിഡന്റ് MK സുകുമാരൻ, VT ശ്രീധരൻ, VR അഭി, P സുലോചന തുടങ്ങിയവർ സംസാരിച്ചു. അത്താണി സ്റ്റീൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഫോർജിംഗ് ലിമിറ്റഡിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഈ മാസം 30-ന് വ്യവസായ മന്ത്രി P. രാജീവ് നിർവഹിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. K. രാധാകൃഷ്ണൻ MP മുഖ്യാതിഥിയായി പങ്കെടുക്കും. സേവ്യർ ചിറ്റ്ലപ്പള്ളി MLA അധ്യക്ഷത വഹിക്കും. വാർത്താസമ്മേളനത്തിൽ ചെയർമാൻ അഡ്വക്കേറ്റ് ഷെരീഫ് മരക്കാർ, മാനേജിംഗ് ഡയറക്ടർ കമാൻഡർ P. സുരേഷ്, ഡയറക്ടർ മേരി തോമസ്, ജനറൽ മാനേജർമാരായ PK മൻസൂർ, A. അനിൽ ബോസ് എന്നിവർ പങ്കെടുത്തു.
വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി നാടിപ്പാറ പിറവി കലാസാംസ്കാരിക വേദി വായനശാലയുടെ നേതൃത്വത്തിൽ ഗ്രന്ഥശാല നിറയ്ക്കൽ പരിപാടിയുടെ ഭാഗമായി വീടുകളിൽ നിന്ന് പുസ്തകം ശേഖരിക്കുന്ന പുസ്തകഭിക്ഷ പരിപാടി സംഘടിപ്പിച്ചു. സർക്കാർ ജീവനക്കാരനും പാലക്കാട് ശ്രീകൃഷ്ണപുരം സ്വദേശിയുമായ എസ് സജിത് പുസ്തകങ്ങൾ വായനശാലയ്ക്ക് കൈമാറി. വായനശാല പ്രസിഡന്റ് VS സുബീഷ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. സെക്രട്ടറി NP അഭിലാഷ്, TM ശിഖാമണി, KK സന്തോഷ്, AB ആദർശ്, CS രഞ്ജിത്ത് എന്നിവർ പങ്കെടുത്തു. കൊടകര പഞ്ചായത്ത് യോഗത്തിൽ നിന്ന് കോൺഗ്രസ് അംഗങ്ങൾ ഇറങ്ങിപ്പോയി. കെട്ടിടം ഇടിഞ്ഞു വീണുണ്ടായ ദുരന്തത്തിന്റെ പൂർണ്ണ ഉത്തരവാദി പഞ്ചായത്ത് ഭരണസമിതിയാണെന്ന് ആരോപിച്ചാണ് ഇറങ്ങിപ്പോയത്. അംഗങ്ങളായ പ്രനില ഗിരീശൻ, ഷീബ ജോഷി എന്നിവരാണ് ഇറങ്ങിപ്പോക്ക് നടത്തിയത്. വാടാനപ്പള്ളി മണ്ഡലം 2ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ AK മുഹമ്മദ് ഹാജിയുടെ സ്മരണയ്ക്കായി മഹാത്മാഗാന്ധി വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണം സംഘടിപ്പിച്ചു. വാടാനപ്പള്ളിയിൽ നടന്ന ചടങ്ങ് DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് 2ാം വാർഡ് പ്രസിഡന്റ് VV അർജുനൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് MA മുസ്തഫ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് AM മുഹമ്മദ് ബഷീർ, AA മുഹമ്മദ്, AM നുറുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ആറ്റപ്പള്ളി പാലത്തിൽ അടിഞ്ഞുകൂടിയ മരങ്ങൾ നീക്കി. ഇതോടെ മറ്റത്തൂർ, വരന്തരപ്പള്ളി പഞ്ചായത്തുകളിലെ പുഴയോരത്തുള്ളവരുടെ ദുരിതം ഒഴിവായി. കുറുമാലിപ്പുഴയിലെ ആറ്റപ്പള്ളി റെഗുലേറ്റർ കം ബ്രിഡ്ജിൽ അടിഞ്ഞുകൂടിയ മരങ്ങൾ യന്ത്രസഹായത്തോടെ നീക്കം ചെയ്തു. കനത്ത മഴയെ തുടർന്ന് പുഴയിലൂടെ ഒഴുകിവന്ന മരങ്ങളാണ് പാലത്തിൽ അടിഞ്ഞുകൂടിയത്. ഈ വർഷം ഇത് 3ാം തവണയാണ് പാലത്തിനു ചുവട്ടിൽ നിന്ന് മരങ്ങൾ നീക്കുന്നതെന്ന് വരന്തരപ്പള്ളി പഞ്ചായത്ത് അംഗം TG അശോകൻ പറഞ്ഞു. മഴക്കാലം വന്നു കഴിഞ്ഞാൽ സ്ഥിരമുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അത് നമ്മുടെ നാച്ചുറേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അത് ഒരു ടെൻഡർ കൊടുത്ത് ഒരാളെ വെച്ചിട്ടുണ്ട്. ഇവിടെ കൂടുതൽ തടസ്സം വന്നു കഴിഞ്ഞാൽ മുകളിലുള്ള പ്രദേശങ്ങളൊക്കെ വലിയ തോതിൽ വെള്ളത്തിലാവുന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ വർഷം തന്നെ ഇപ്പോൾ ഇത് 3ാമത്തെ പ്രാവശ്യമാണ്. വനമേഖലയിലൂടെ ഒഴുകുന്ന ചിമ്മിനി, മുപ്ലി പുഴകളിലേക്ക് കാറ്റിലും മഴയിലും ഒടിഞ്ഞു വീഴുന്ന മരങ്ങളാണ് ഇങ്ങനെ വന്നടിയുന്നത്. റബ്ബർ തോട്ടങ്ങളിൽ നിന്നുള്ള മരങ്ങളും പുഴയിൽ വീഴാറുണ്ട്. പാലത്തിൽ വന്നടിയുന്ന മരങ്ങൾ നീരൊഴുക്ക് തടസ്സപ്പെടുത്തി മറ്റത്തൂർ, വരന്തരപ്പള്ളി പഞ്ചായത്തുകളിലെ പുഴയോരത്തുള്ളവർക്ക് ദുരിതം സൃഷ്ടിക്കുന്നത് തടയാനാണ് ഇങ്ങനെ മരങ്ങൾ നീക്കം ചെയ്യുന്നത്. മേജർ ഇറിഗേഷൻ വകുപ്പ് ചുമതലപ്പെടുത്തിയിട്ടുള്ള കരാറുകാരനാണ് തൊഴിലാളികളെ നിയോഗിച്ച് പുഴയിൽ നിന്ന് മരത്തടികളും മറ്റും നീക്കുന്നത്. TCV കൊടകര. ലക്ഷ്യബോധത്തോടെയുള്ള അറിവും വിവേകവും ഇച്ഛാശക്തിയും ഉള്ളവരായിരിക്കണം പുതുതലമുറയെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി. കയ്പമംഗലം നിയോജക മണ്ഡലം വിദ്യാഭ്യാസ സമിതി അക്ഷര കൈരളിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ പുരസ്കാരദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിദ്യാഭ്യാസ യോഗ്യതകൾക്കൊപ്പം നൈപുണ്യവും ഉണ്ടെങ്കിലേ ഈ കാലഘട്ടത്തിൽ മികച്ച ജീവിതമാർഗം കണ്ടെത്താൻ കഴിയുള്ളൂ. കാലഘട്ടത്തിനനുസൃതമായി പ്രവർത്തിക്കാൻ പ്രാപ്തരാവുകയാണ് വേണ്ടതെന്നും മന്ത്രി പറഞ്ഞു. മതിലകത്ത് നടന്ന ചടങ്ങിൽ ET ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. മജീഷ്യൻ പ്രൊഫസർ ഗോപിനാഥ് മുതുകാട് കുട്ടികളുമായി സംവദിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സീനത്ത് ബഷീർ, MS മോഹനൻ, തൃശൂർ റൂറൽ SP B കൃഷ്ണകുമാർ, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ B സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് മുരിങ്ങത്തേരി ജനകീയാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെയും എരുമപ്പെട്ടി കെയർ പാലിയേറ്റീവ് സൊസൈറ്റിയുടെയും ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. MLA ഫണ്ടിൽ നിന്ന് 24 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പഞ്ചായത്ത് കെട്ടിടം നിർമ്മിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് S വസന്തലാൽ അധ്യക്ഷനായി. കെട്ടിടം നിർമ്മിക്കാൻ സൌജന്യമായി വിട്ടുനൽകിയ MC ചാത്തുക്കുട്ടിയുടെ കുടുംബത്തെയും നിർമ്മാണം നിർവഹിച്ച VK സുരേന്ദ്രനെയും ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ ഉപഹാരം നൽകി ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പുഷ്പ രാധാകൃഷ്ണൻ, മെമ്പർ ഡോക്ടർ VC ബിനോജ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഷീജ സുരേഷ്, സുമന സുഗതൻ, വാർഡ് മെമ്പർ NP അജയൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടോണി ആളൂർ തുടങ്ങിയവർ സംസാരിച്ചു. അഴീക്കോട് ഹമദാനിയ UP സ്കൂൾ പ്രസിദ്ധീകരിച്ച അധ്യാപകനായ ആദിൽ മജീദിന്റെ കവിതാ സമാഹാരം വേരുകൾ കവിയും ഗാനരചയിതാവുമായ ബക്കർ മേത്തല പ്രകാശനം ചെയ്തു. മുൻ പ്രധാന അധ്യാപകനും എഴുത്തുകാരനുമായ മൊയ്തീൻ ആദ്യ പുസ്തകം ഏറ്റുവാങ്ങി. സ്കൂൾ മാനേജർ അബ്ദുൽ കരീം ഹാജി, PTA പ്രസിഡന്റ് സുറുമി, കവി അഫ്സൽ മുസിരിസി, പ്രധാന അധ്യാപിക NI ബാനസിർ തുടങ്ങിയവർ സംസാരിച്ചു.
വിദ്യാർത്ഥികളായ കൃഷ്ണതീർത്ഥ, ഫർഹാന, ശ്രീബാല എന്നിവർ കവിതകൾ ആലപിച്ചു. കുറുക്കഞ്ചേരി കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിലെ സഞ്ചാരം ദുർഘടമാക്കി ഗതാഗതക്കുരുക്ക് സൃഷ്ടിക്കുന്നതിനെതിരെ ചേർപ്പ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കരുവന്നൂരിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ് അധ്യക്ഷത വഹിച്ചു. മാധ്യമ കലാസാഹിത്യ മേഖലകളിൽ മികവ് പ്രകടിപ്പിച്ചവരെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും പൊയ്യ പഞ്ചായത്ത് അനുമോദിച്ചു. മാധ്യമരംഗത്ത് EP രാജീവും സാഹിത്യമേഖലയിൽ സുബ്രഹ്മണ്യൻ തലാപ്പിള്ളിയും ആദരവ് ഏറ്റുവാങ്ങി. ബെന്നി ബെഹന്നാൻ MP ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് TK കുട്ടൻ, റീന സേവ്യർ, ജോളി സജീവ്, സാബു കൈത്താരൻ, CB ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. ലയൺസ് ക്ലബ്ബ് വടക്കാഞ്ചേരി സംഘടിപ്പിച്ച പൊതുയോഗം സേവ്യർ ചിറ്റ്ലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. AP ജോൺസൺ അധ്യക്ഷത വഹിച്ചു. തിമിരമുക്ത നഗരസഭാ പ്രഖ്യാപനം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ നിർവഹിച്ചു. ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വളപ്പില ഭവന നിർമ്മാണ ധനസഹായം കൈമാറി. സൌജന്യ തിമിരരോഗ നിർണയ ക്യാമ്പിന്റെ ഉദ്ഘാടനം നഗരസഭാ കൌൺസിലർ സന്ധ്യ കൊടക്കാടത്ത് നിർവഹിച്ചു. സുനീഷ് ചന്ദ്രൻ, PR അരവിന്ദാക്ഷൻ, വിൽസൺ കുന്നുംപുള്ളി തുടങ്ങിയവർ സംസാരിച്ചു. ഇനി വാണിജ്യം. പൂരനഗരിക്ക് വൈവിധ്യങ്ങളുടെ രുചിക്കൂട്ടുകൾ സമ്മാനിച്ച പ്രോയൽ റെസ്റ്റോറന്റ് കൂടുതൽ പുതുമകളോടെ തൃശൂരിൽ വീണ്ടും പ്രവർത്തനമാരംഭിച്ചു. ഒട്ടേറെ പുതുമകളും സവിശേഷതകളുമായി MG റോഡിലെ VRM ടവറിൽ പുനരാരംഭിച്ച പ്രോയൽ റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടനം പാണക്കാട് സാബിക്കലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. പ്രോയൽ മാനേജിംഗ് ഡയറക്ടർ സമീർ പ്രോയൽ, ഡയറക്ടർമാരായ യൂനസ് MK, ഫെമിൽ മുഹമ്മദ് VR, സവാദ് വാഴയിൽ, രാഹുൽ KV, ഹാഷിം പൊന്നാനി തുടങ്ങിയവർ പങ്കെടുത്തു. കാറ്ററിംഗ് രംഗത്ത് 15 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള പ്രോയൽ ടർക്കിഷ്, അറബിക്, നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ, ചൈനീസ് കോണ്ടിനെന്റൽ തുടങ്ങിയ വ്യത്യസ്തമായ രുചിഭേദങ്ങളുടെ കലവറയാണ്. 150-ൽ പരം ഇരിപ്പിടങ്ങളും 50 പേർക്ക് ഇരിക്കാവുന്ന ബാങ്കറ്റ് ഹാളും പ്രോയൽ സജ്ജമാക്കിയിട്ടുണ്ട്. ഓർഡർ പ്രകാരം വിവാഹ, ജന്മദിന ആഘോഷ പാർട്ടികൾക്കും മറ്റും പ്രോയലിന്റെ സേവനം ലഭ്യമാണ്. 25,000 രൂപയ്ക്ക് ഭക്ഷണം, AC ഹാൾ, സ്റ്റേജ് ആൻഡ് സൗണ്ട് ഉൾപ്പെടെ 50 പേർക്ക് 3 മണിക്കൂർ ബർത്ത്ഡേ പാർട്ടിക്കുള്ള പ്രത്യേക പാക്കേജും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ബില്ലിന് 20% കിഴിവും പ്രോയൽ നൽകുന്നു. സൊമാറ്റോ, സ്വിഗ്ഗി എന്നിവയിലൂടെ ഓൺലൈൻ സേവനങ്ങളും ലഭ്യമാണ്. ഓർഡറുകൾക്കും സേവനങ്ങൾക്കും ബന്ധപ്പെടുക 9207 277 277 9207 288 288 8943 888 916. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,930 രൂപ, പവന് 71,440 രൂപ. വെള്ളി ഗ്രാമിന് 118 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 4,447 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. ഗുരുവായൂർ നഗരസഭാ ഭരണസമിതിയിൽ CPM-CPI ഭിന്നത. നഗരത്തിലെ ശുചിമുറി മാലിന്യം ചക്കംകണ്ടത്തെ ട്രീറ്റ്മെന്റ് പ്ലാന്റിലെത്തിച്ച് സംസ്കരിക്കുന്ന വിഷയത്തിലാണ് അഭിപ്രായ വ്യത്യാസം. കേരള വിഷന്റെ വിറ്റുവരവ് 1000 കോടി പിന്നിട്ടതിന്റെ ആഘോഷ പരിപാടി കൊച്ചിയിൽ നടന്നു. കെ-ഫോണിലും കേരള വിഷൻ പങ്കാളിയാണെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ്. കൊടകരയിൽ കെട്ടിടം തകർന്നു മരിച്ച 3 അതിഥി തൊഴിലാളികളുടെയും മൃതദേഹങ്ങൾ വിമാനത്തിൽ നാട്ടിലെത്തിച്ചു. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാനുള്ള നടപടികൾ ഊർജിതമാക്കി ജില്ലാ ഭരണകൂടം. തൃശൂർ ജില്ലയിൽ മഴ തുടരും. പീച്ചി ഡാമിന്റെ 4 ഷട്ടറുകൾ ഓരോ ഇഞ്ച് വീതം തുറന്നു. കനത്ത മഴയിൽ 4 വീടുകൾ ഭാഗികമായി തകർന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.